അധ്യായം അതിലെ 13-ാമത്തെ വാക്യത്തിൽ വളരെ സുപ്രധാനമായൊരു പദപ്രയോഗമുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചെടുത്താൽ സന്തോഷമായിരിക്കും. ഒന്ന് വായിച്ചാട്ടെ. 3-ാമത്തെ അധ്യായം 2 പത്രോസ് 3-ന്റെ 13-ാമത്തെ വാക്യം. അവിടെ പറയുന്ന പറയും ഇങ്ങനെയാണ്: എന്നാൽ ദൈവം ഒരു വാഗ്ദത്തം തന്റെ ജനത്തിന് കൊടുത്തിട്ടുണ്ട്. ആ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന ഒരു പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ജനത ഇലോൺ മസ്കിനെ കൊണ്ട് വാഹനമുണ്ടാക്കി അത് ചന്ദ്രനിലേക്ക് പോകാൻ സ്ഥലം വാങ്ങിക്കൂട്ടി അവിടെ പാർക്കാൻ ഉദ്ദേശിക്കുമ്പോൾ സർവശക്തനായ ദൈവം കാലങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അപ്പോസ്തലനായ പത്രോസിന് കൊടുത്ത വെളിപ്പാടനുസരിച്ച് എഴുതി വെച്ച പദപ്രയോഗം: ഈ ഭൂമി നമുക്ക് യോഗ്യമല്ല, ഇത് പൊട്ടിക്കീറാൻ പോകുകയാണ്, ഇത് കത്തിച്ചാമ്പലാകാൻ പോകുകയാണ്. എന്നാൽ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പറന്ന് മറ്റൊരു ഗോളത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ, ഇത് കത്തിക്കരിഞ്ഞ് ചാമ്പലാകുമ്പോൾ നീതി വസിക്കുന്ന ഒരു പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. പ്രത്യാശയുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പറയണം: എൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് നീതി വസിക്കുന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിക്കും വേണ്ടിയാണ്. ഈ ഭൂമി അത് ചാമ്പലാകും. ഈ ഭൂമി മനുഷ്യന് വാസയോഗ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി പ്രസംഗശാസ്ത്രപ്രകാരം അവസാനം പറയേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ് അവസാനിപ്പിച്ചെന്നേ ഉള്ളൂ. നമ്മുടെ അകം പ്രത്യാശ കൊണ്ട് കത്തി നിറഞ്ഞ് അത് ശക്തമായ നിലയിൽ അതിൻ്റെ ഹൃദയത്തിനകം തുടിച്ചുകൊണ്ടിരിക്കണം. കാരണം ഈ ഭൂമി നമുക്ക് വാസയോഗ്യമല്ല. ഇവിടുത്തെ കാലാവസ്ഥകൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുക, സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ വരികയാ. എല്ലാ മനുഷ്യർക്കും ഭൂമിയിൽ നിന്ന് എന്തോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നലുണ്ടാവുകയാ. ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, വാസയോഗ്യമല്ലാത്ത ഈ ഭൂമിയിൽ നിന്ന് എത്രയും വേഗം നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു കൊതി സകല മനുഷ്യരുടെയും ഉള്ളിൽ ഉണ്ടാകണം. കുഞ്ഞുങ്ങളെ വിദേശത്തേക്ക് പഠിക്കാൻ പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതായിക്കോട്ടെ. പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ ചിന്തയിൽ ആദ്യമായിട്ടുണ്ടാകേണ്ടത്, കർത്താവേ, ഈ ഭൂമിയിലെ വാസം എത്ര നാളുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഭൂമിയിലെ വാസം കഴിഞ്ഞാൽ അത് നീതി വസിക്കുന്ന ഒരു പുതിയ ആകാശമുണ്ട്, ഒരു പുതിയ ഭൂമിയുണ്ട്. അവിടെയാണ് എൻ്റെ നിത്യമായ വാസമുള്ളത് എന്നറിഞ്ഞിട്ട് അതിനുള്ള ആശ നമ്മുടെ ഹൃദയത്തിനകത്ത് അങ്കുരിക്കാൻ കഴിഞ്ഞാൽ അതാണ് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. ആമേൻ. ഇന്ന് രാത്രി വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ടൊന്ന് വായിക്കാം. ഞാൻ വാതിക്കൽ നിന്ന് ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട്, മുട്ടുന്ന ശബ്ദം കേട്ട് വാതിലൊന്ന് തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വെളിപ്പാട് പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ ലവോദോക്കിയ എന്ന് പറയുന്ന സഭയോടുള്ള ഒരു ദൂത് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും അത് എഴുതുകയും ഒക്കെ ചെയ്യുന്ന നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോഴും വേദപുസ്തകം നന്നായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ദൈവസഭയ്ക്കകത്തുണ്ട്. എൻ്റെ സ്നേഹിതൻ എം ബാബു പാസ്റ്റർ എവിടെ ഇരിപ്പുണ്ടല്ലോ, നിങ്ങൾക്കെല്ലാം സുപരിചിതനാണ്. അദ്ദേഹം ചില പുസ്തകരചനകളിലൊക്കെ പങ്കുവഹിച്ചിട്ടുള്ളയാളാണ്. എൻ്റെ ബ്രദറിലോ പാസ്റ്റർ ടി സൈമണുമായി ചേർന്ന് ചില പുസ്തകങ്ങൾ എഴുതിയത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ പുസ്തകരചന എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊരുൾ തിരിച്ചെഴുതിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എനിക്കൊരു ലഘുലേഖയും കൂടെ തന്നു, ഏറ്റവും പുതിയ ലഘുലേഖ. വേദപുസ്തകത്തെ അധിഷ്ഠിതമായിട്ട് എഴുതിയിട്ടുള്ള ചില ലേഖനങ്ങൾ, ചില കുറിപ്പുകളൊക്കെ സുവിശേഷ ലോകത്തിന് അത് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് വേദപുസ്തകത്തിൽ യേശുവിൻ്റെ ഒരു പ്രതിപാദ്യം കൂടിയുണ്ട്. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതുക. കാണുന്നതും കേൾക്കുന്നതുമായ വസ്തുതകൾ പരിശുദ്ധാത്മാവിൻ്റെ അരുളപ്പാടോടുകൂടെ ആ വെളിപ്പാടിൽ കാണുന്നത് എഴുതി വെക്കാൻ യോഹന്നാന് കൊടുത്ത ആ നിർദ്ദേശം അപ്പോസ്തല പിതാക്കന്മാർ പാലിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ
ഞാൻ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിക്കാൻ പോകുന്നില്ല. ഇപ്പം പിള്ളേരെല്ലാം എഴുന്നേറ്റ് പോകും, പ്രായമുള്ളവർ എഴുന്നേറ്റ് പോകും. കാരണം ആ പുസ്തകത്തിനകത്തുള്ള ആ വെളിപ്പാടുകൾ മുഴുവനും പറയാൻ തുടങ്ങിയാൽ ആ പുസ്തകത്തിനകത്തെ വെളിപ്പാടുകളുടെ ആ വിവരണം നമുക്ക് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ പറയാൻ ഈ വെളിപ്പാടെന്ന് പറയുന്നത് യേശുക്രിസ്തു യോഹന്നാന് കൊടുത്ത ഒരു ദർശനമാണ്. അവന് ചില കാഴ്ചകൾ കാണിച്ചു കൊടുത്തു. കാഴ്ചകൾ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് AD 96 ഈ പുസ്തകം എഴുതപ്പെട്ടതെന്ന് കരുതുന്നുണ്ട്. പക്ഷെ AD 54 മുതൽ ഉള്ള കാലയളവിൽ നീറോ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി റോമ സാമ്രാജ്യം ഭരിച്ചു. അന്ന് AD 55 മുതൽ 56 മുതലുള്ള കാലഘട്ടങ്ങളിൽ നീറോ ഭരിച്ചപ്പോൾ ക്രിസ്ത്യാനികളായ ഏതാണ്ട് 40,000 ആളുകൾ രക്തസാക്ഷികളായിട്ട് മാറി. സുവിശേഷ ലോകം എന്നും പീഡനത്തിൻ്റെ നടുവിലൂടെയാണ് പോകുന്നത്. ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇന്നും ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ പീഡനങ്ങൾ പഠിച്ചാൽ അറിയാം. ആയിരക്കണക്കിന് ആളുകൾ നിത്യേന കൊല്ലപ്പെടുന്നുണ്ട്. എന്തിന് നിമിത്തം എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ നാമനിമിത്തമാണ്. ഈ സുവിശേഷ നിമിത്തം 40,000 രക്തസാക്ഷികൾ ഉണ്ടായ ഒരു കാലഘട്ടമാണ് AD 56 മുതൽ. പക്ഷേ AD 54 മുതൽ 68 വരെയുള്ള കാലഘട്ടങ്ങളിൽ നീറോയുടെ ഭരണത്തിന് ശേഷം 69 മുതലുള്ള കാലഘട്ടങ്ങളിൽ 96 വരെയുള്ള AD 96 വരെയുള്ള സാഹചര്യങ്ങളിൽ ഡൊമീഷ്യൻ എന്ന് പറയുന്നൊരു ചക്രവർത്തിയാണ് ഭരിച്ചത്. അതികഠിനമായൊരു പീഡനം കഴിഞ്ഞിട്ട് ഡൊമീഷ്യൻ ചക്രവർത്തിക്ക് ഈ ക്രിസ്ത്യാനിത്വത്തെ തുടച്ചു നീക്കാൻ അതീവ മോഹം ഉണ്ടായി. ഒരു പ്രധാനപ്പെട്ട കാരണം അതിന് അദ്ദേഹം കണ്ടെത്തിയത് ഈ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയെ സകല ആളുകളും കർത്താവും ദൈവവുമായ ഡൊമീഷ്യൻ ചക്രവർത്തി എന്ന് പറഞ്ഞ് കൈകൂപ്പി നിന്ന് മുട്ടുമടക്കി നിലത്ത് വണങ്ങണമായിരുന്നു. അതാണ് കൽപ്പന. അദ്ദേഹത്തിൻ്റെ കൽപ്പന കേട്ട ഉടൻ, മനസ്സിലാക്കിയ ഉടൻ സർവശക്തനായ ദൈവം തമ്പുരാൻ അല്ലെങ്കിൽ കർത്താവും ദൈവമായ യേശുക്രിസ്തു എന്ന് പറഞ്ഞു പഠിച്ച മനസ്സിലാക്കിയ രക്ഷകരായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ക്രിസ്ത്യാനികൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കർത്താവും ദൈവവും ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളുടെ സർവശക്തനായ ദൈവം തമ്പുരാനാണ്. യേശു ക്രിസ്തുവാണ് ഞങ്ങളുടെ രക്ഷകൻ. അതുകൊണ്ട് ഒരു കാരണവശാലും ആ ഡൊമീഷ്യന്റെ കാൽപ്പാടത്തിൽ വീണിട്ട് കർത്താവും ദൈവമേ എന്ന് വിളിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അങ്ങനെ തയ്യാറില്ലാത്ത ക്രിസ്ത്യാനികളെ മുടിച്ചു അവരെ കൊല വിളിച്ചുകൊണ്ട് തൻ്റെ ഭരണം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ അക്കൂട്ടത്തിൽ യോഹന്നാനെ ഒരു കാര്യം ചെയ്തു. ഒരിക്കലും തലവണക്കാത്ത വീരനായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ യോഹന്നാനെ ഒരു കാര്യം ചെയ്തു. തിളച്ച എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് പൊരിച്ച് കൊല്ലാൻ തീരുമാനമെടുത്തു. ഓർഡർ കിട്ടി. യോഹന്നാനെ തിളച്ച എണ്ണയുടെ വലിയ വാർപ്പിനകത്ത് യോഹന്നാനെ തിളപ്പിച്ച എണ്ണയ്ക്കകത്തേക്ക് ആളുകൾ കൊണ്ടുവന്ന് അതിനകത്തിട്ടു. വറുത്ത് കോരിയെടുക്കാമെന്ന് വിചാരിച്ചു, ചുട്ടരിക്കാമെന്ന് കരുതി. പക്ഷേ എണ്ണയുടെ ചൂട് മാറി, എണ്ണ തണുപ്പായി മാറി. ആ എണ്ണയ്ക്കകത്ത് യോഹന്നാൻ സന്തോഷവാനായി കണ്ടപ്പോൾ ഡൊമീഷ്യൻ ഭയചകിതനായിട്ട് പറഞ്ഞു, ഇല്ല, ഇനി ഇവനെ കൊല്ലുവാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. ഒരു കാര്യം ചെയ്യ്, ഈ നാട്ടിലെങ്ങ് അവനെ നിർത്തണ്ട, പത്മോസിന്റെ ദ്വീപിലേക്ക് നാട് കടത്താം. പത്മോസ് ദ്വീപിലേക്ക് അവനെ നാട് കടത്തി. പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തുമ്പോൾ ഈ യോഹന്നാൻ ഒരു കാര്യം, പത്മോസ് ദ്വീപിലേക്ക് അവിടുത്തെ ഏകാന്തതയിൽ ഭയകരമായ അന്തരീക്ഷത്തിൽ അത് തിളച്ച എണ്ണയ്ക്കകത്തുനിന്ന് രക്ഷപ്പെട്ടു വന്ന യോഹന്നാൻ യേശുക്രിസ്തു നിമിത്തം ആത്മവിശുദ്ധനായി അവൻ സ്വർഗത്തേക്ക് നോക്കി ദൈവാരാധനയുടെ രൂപമായ ആത്മനിറവിൽ അവൻ ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പീഡനങ്ങളുടെ നടുവിൽ സങ്കടപ്പെട്ട് വ്യാകുലപ്പെട്ടത് കേട്ട് ഭീതിയോടെ കഴിയുന്ന ഇന്ത്യ ജനതയോട്, ക്രൈസ്തവരോട്, എവിടെയെങ്കിലും ആരെങ്കിലും ക്രൈസ്തവനെ പീഡിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ നെഞ്ചു പിടച്ച് ഭയാചകിതനായി വീടിനകത്ത് കഴിഞ്ഞുകൂടുന്ന ഒരു ദൈവത്തിൻ്റെ ദാസനോട്, ദൈവത്തിൻ്റെ സഭയോട് പരിശുദ്ധാത്മാവിന് എനിക്ക് പറയാനുള്ളൊരു കാര്യം, അത് കണ്ട് ഭയപ്പെട്ടോടുന്നവനല്ല, നാട് കടത്തപ്പെട്ടവനായാലും അതേ പത്മോസിന്റെ ദ്വീപിൽ ഏകാന്തതയുടെ അനുഭവം ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി
സഹോദരി പറയുന്നത്, അതിന് നടുവിലും ആത്മനിറവോടെ ആരാധിക്കാൻ ഒരു ദൈവവേദൽ തയ്യാറെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഇന്ന് രാത്രി നമ്മൾ അറിയണം. നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗം, വെറുതെ സ്വർഗം അങ്ങ് തുറന്നതല്ല. പത്മോസിന്റെ ഏകാന്തതയിൽ മരണം മാത്രം പ്രതീക്ഷിച്ച് നാട് കടത്തപ്പെട്ട് യോഹന്നാന്റെ ഉള്ളിൽ തിളച്ച് പൊങ്ങിയത്, ഞാൻ ദൈവവും കർത്താവെന്ന് ഒരുവനെ വിളിക്കണമെങ്കിൽ അത് ഡൊമീഷ്യനെ ഞാൻ വിളിക്കത്തില്ല, അതുകൊണ്ട് എന്നെ തിളച്ച എണ്ണയ്ക്കകത്തിടാൻ തീരുമാനിച്ചു. എൻ്റെ ദൈവവും കർത്താവുമായ യേശു തമ്പുരാനേ എന്ന് അവൻ മുകളിലേക്ക് നോക്കി വിളിക്കുമ്പോൾ അവന് വേണ്ടി സ്വർഗം പറയുക, മോനെ യോഹന്നാനെ, നിനക്ക് വേണ്ടി ഞാനിതാ സ്വർഗം തുറന്ന് ചില കാഴ്ചകൾ കാണിക്കുക. അത് നിനക്ക് വേണ്ടി മാത്രമല്ല, വരാനിരിക്കുന്ന മുഴുവൻ ജനതയ്ക്ക് വേണ്ടി, വരാനിരിക്കുന്ന മുഴുവൻ ക്രൈസ്തവ ജനതയ്ക്ക് വേണ്ടി, എൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മുഴുവൻ ജനതയ്ക്ക് വേണ്ടി ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ കാണിച്ചു തരാം. കൃപ. ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ആത്മവേശതയിലായി തന്നെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്ന പോലെ ദൈവം ചില ദർശനങ്ങൾ കാണിച്ചു കൊടുത്തു. താൻ ദർശനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വരാനുള്ളത്, ഇപ്പോഴുള്ളത്, അത് കഴിഞ്ഞത് എല്ലാം യോഹന്നാൻ കാണുകയാണ്. എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ താൻ കാണുന്ന ദർശനത്തോടൊപ്പം തന്നെ ഒരു വലിയ കാര്യം സംഭവിച്ചു. തന്റെ ദർശനങ്ങൾ ആരംഭിക്കുന്നത് സ്വർഗം തുറന്ന് ദൈവം കാണിക്കുന്ന വെളിപ്പാടുകളാണ്. ആ വെളിപ്പാടുകൾ കണ്ടു പോകുമ്പോൾ, അതെ, ഈ ലോകത്തിൽ പീഡ അനുഭവിക്കുമെന്നും പ്രതിസന്ധി അനുഭവിക്കുമെന്നും വിചാരിക്കുന്ന ഈ ആളുകൾക്ക് ധൈര്യം കൊടുക്കാൻ ദൈവം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഈ വെളിപ്പാടുകൾ യോഹന്നാന് നൽകുന്നത്. അങ്ങനെ യോഹന്നാന് നൽകുമ്പോൾ AD 95 അവസാനത്തെങ്കിൽ ഡൊമീഷ്യൻ ഭയചകിതനായിട്ട് മരിച്ചു. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ നിന്ന് സ്വതന്ത്രനായി പുറത്തു വന്നു. എഫേസോസിൽ വന്ന സമയത്ത് താൻ പത്മോസ് ദ്വീപിൽ വെച്ച് കണ്ട ദർശനങ്ങളെ ഒന്നൊന്നായി ചുരുളുകളായി താൻ എഴുതാൻ തുടങ്ങി. അതിലെ ചുരുളുകളായിട്ട് എഴുതുമ്പോൾ അന്ന് പത്മോസ് ദ്വീപിൽ വെച്ച് സംസാരിച്ച ആ വെളിപ്പാടിലെ ദൂതുകൾ ഓരോ സഭകളോട്, ഏഷ്യയിലെ 7 സഭകളോടുള്ള ദൂതുകളാണ് അവിടെ പ്രസ്താവിച്ചത്. ഏഷ്യയിലെ 7 സഭകളുടെ ദൂതുകളെ കുറിച്ച്, 7 സഭകളുടെ പേരുകൾ ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ, പ്രായമുള്ളവരോട് ചോദിച്ചാൽ അവർക്ക് മനപ്പാഠം അറിയാമായിരിക്കും, ഇല്ലേ? എഫെസോസിലെ സഭ, പിന്നെ സ്മുർന, പെർഗമോസ്, തുയഥൈര, പറഞ്ഞു ഫിലാദൽഫിയ, സർദീസ്, പിന്നെ അവസാനം ലവോദോക്കിയ. ഇങ്ങനെ 7 സഭകളുടെ പേരുകളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അടുക്കും ചിട്ടയുമായിട്ട് പറഞ്ഞാൽ ആദ്യത്തേത് എഫെസോസ് ആണെങ്കിൽ അവസാനത്തേത് ലവോദോക്കിയ സഭയാ. ഈ ലവോദോക്കിയ സഭയ്ക്കും അതുപോലെ തന്നെ എല്ലാ സഭകൾക്കും ഒരു കാലഘട്ടം വേറെ ശാസ്ത്രികൾ അത് നിഗമനമായിട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ട്. 1900 മുതൽ കർത്താവിന്റെ പുനരാഗമനം വരെയുള്ള കാലഘട്ടത്തിലെ ഒരു സഭയുടെ പേരായിട്ടാണ് ലവോദോക്കിയ സഭയുടെ പേര് പറയുന്നത്. ലവോദോക്കിയ സഭയുടെ പേര് പറയുമ്പോൾ 1900 മുതൽ, സ്തോത്രം, കർത്താവിന്റെ പുനരാഗമനം വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ദൈവസഭയിലെ ആ സഭയ്ക്കുള്ള സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ലവോദോക്കിയ സഭയെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ആ ലവോദോക്കിയ സഭയുടെ അവസാന ഭാഗത്ത് 3-ാം അധ്യായത്തിലെ അതിൻ്റെ 20-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നമ്മൾ ദൈവജനത്തിൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു സ്ഥാനവും ദൈവസഭയുടെ ഇന്നത്തെ അന്തരീക്ഷവും തമ്മിൽ ചേർത്ത് വെച്ചാണ് ആ കാര്യം പഠിക്കുന്നത്. ദൈവസഭയുടെ അന്തരീക്ഷം പഠിച്ചാൽ അത് ലവോദോക്കിയ കാലഘട്ടമെന്ന് വേദശാസ്ത്രികൾ പറഞ്ഞിട്ടുണ്ട്. ലവോദോക്കിയ കാലഘട്ടത്തിലെ സഭയുടെ പ്രത്യേകത, അവരുടെ സ്വഭാവം, അവരുടെ ജീവിത ശൈലി എല്ലാം ആ ലവോദോക്കിയ സഭയുടെ സാഹചര്യം അനുസരിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലവോദോക്കിയ സഭ സ്ഥിതി ചെയ്യുന്നത് കൊലോസ് പട്ടണത്തിൽ നിന്ന് ഏകദേശം ഏതാണ്ട് 8 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ്. ലവോദോക്കി
എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഈ പിന്നീട് ലവോദോക്കിയ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇന്നത് തുർക്കിയുടെ കൈവശമാണ്. ധാരാളം മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾ പാർക്കുന്ന അവിടെ പള്ളികളുള്ള സ്ഥലമാണ്. അവിടെ ഇന്ന് കാണുന്ന പണ്ട് നമ്മൾ കണ്ടതുപോലെയുള്ള സഭ അവിടെ ഇല്ല. വേദപുസ്തകത്തിൽ ലവോദോക്കിയ സഭയും അവിടെ ഇല്ല. അതെല്ലാം അന്യം വന്നുപോയി. പക്ഷെ ലവോദോക്കിയ സഭ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തൊട്ട് അതിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഒരു മല സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ മലയുടെ പേര് ഹിറോപോലിസ് എന്ന് പറയുന്ന ഒരു മലയാണ്. ഹിറോപോലിസ് മലയോടെ നേരെ ത്രികോണാകൃതിയിലാണ്. അതിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു പ്രദേശമുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് കൊലോസ് എന്നാണ്. അപ്പൊ കൊലോസ് പട്ടണവും ലവോദോക്കിയ സഭയും ഹിറോപോലിസ് എന്ന് പറയുന്ന ഒരു മലയും ഭൂമിശാസ്ത്രപരമായി ത്രികോണാകൃതിയിൽ എല്ലാം കൂടി ഒരു 15-20 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലമാണിത്. പക്ഷേ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത ഭൂമിശാസ്ത്രപരമായി പഠിച്ചാൽ കൊലോസ് പട്ടണം ലോക വ്യാപാര കേന്ദ്രമാണ്. ദുബായ് പോലെയോ വേൾഡ് ട്രേഡ് മാർക്കറ്റുകളുള്ള സ്ഥലങ്ങൾ പോലെയോ ഒക്കെ ലോക വ്യാപാര കേന്ദ്രമായി നിൽക്കുന്ന സ്ഥലമാണ് കൊലോസ് പട്ടണം. ധാരാളം വസ്ത്ര വ്യാപാര ശൃംഖലകൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ യൂണിവേഴ്സിറ്റി നിലനിന്നിരുന്ന സ്ഥലം. വ്യാപാരം, വ്യവസായം തുടങ്ങിയ പല കാര്യങ്ങൾക്ക് മുൻപിൽ നിന്ന പട്ടണമാണ് കൊലോസ് പട്ടണം. ഈ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ലവോദോക്കിയ സഭയ്ക്ക് ചില പ്രത്യേകത അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലവോദോക്കിയ സഭ എന്ന് പറയുന്നത് പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന സഭയാണ്. നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഭൂമിശാസ്ത്രപരമായ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ മടങ്ങി വരാം. പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ലവോദോക്കിയ സഭ, ആയുർവേദ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉള്ള സ്ഥലം, വ്യാപാരികൾ ധാരാളം വന്നു പോകുന്ന സ്ഥലം. തൊട്ട് പറഞ്ഞല്ലോ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഹിറോപോലിസ് മലയുണ്ട്. ആ മലയിൽ നിന്ന് ചൂടുറവ് ഒഴുകി വരുന്ന ധാരാളം ചെറിയ അരുവികളുണ്ട്. ചൂടുറവകൾ കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗത്തുനിന്ന് ആളുകൾ വരും. ധാരാളം ആളുകൾ സന്ദർശകരായി ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ഈ ലവോദോക്കിയ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ടൂറിസ്റ്റുകൾ വന്നാൽ ഉടനെ തന്നെ ലവോദോക്കിയ സഭ സന്ദർശിക്കും. ആ സഭയിൽ ഒരു ആരാധന കൂടുമായിരിക്കും. പിന്നീട് അവർ ഹിറോപോലിസിലെ മലയിലെ വെള്ളം കുടിക്കാൻ പോകും. ആ വെള്ളം കുടിച്ചാൽ രോഗസൗഖ്യമുണ്ടാകുമെന്ന് ആളുകൾ പരക്കെ വിശ്വസിച്ചു. അതുകൊണ്ട് ചില ആളുകൾ വരുമ്പോൾ കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുപോകാൻ കുറെ കൂജയും പാത്രങ്ങളും ഒക്കെ കൊണ്ടുവരും. ആ പാത്രങ്ങളിനകത്ത് വെള്ളം നിറച്ച് കൊണ്ടുപോവുകയും ചെയ്യും. ഞാൻ ഇത് പറയുന്ന കൂട്ടത്തിൽ രസകരമായ സംഭവങ്ങൾ എൻ്റെ കൂടെ എൻ്റെ അനുഭവത്തിലുണ്ട്. അത് കൂടെ ഞാനൊന്ന് പറഞ്ഞു പോകാം. ഇങ്ങനെ കൂജയിൽ നല്ല വെള്ളം നിറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ വെള്ളം നിറച്ച് എന്തിനൊക്കെ ഉപയോഗിക്കുന്നറിയാമോ? പുണ്യ സ്ഥലത്തു നിന്ന് കൊണ്ടുപോകുന്ന വെള്ളമാണ്. ആ വെള്ളം കൊണ്ടുപോയി കുഞ്ഞിന് വയറുവേദന വരുമ്പോൾ ഒരു തുള്ളി എന്ത് ചെയ്യും? വായിൽ ഒഴിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഒരു തുള്ളി കയ്യിൽ വെച്ചിട്ട് വയറിലൊന്ന് വരച്ചു കൊടുക്കും, നെറ്റിയിലൊന്ന് തൂത്തു കൊടുക്കും. എന്തിനാ? പുണ്യ സ്ഥലത്തു നിന്ന് അത്ഭുത സിദ്ധിയുള്ള വെള്ളം കൊണ്ടുവരികയല്ലേ. അപ്പൊ തീർത്ഥാടകർ ഒരുപാട് പേരുണ്ട്. പുണ്യ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ ധാരാളമുണ്ട്. ഇതെല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. ലവോദോക്കിയ സഭയോട് കർത്താവ് ആ സഭയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് കാണുന്ന ഒരു കാര്യം, എന്തുമാത്രം ആളുകൾ ലവോദോക്കിയ സഭയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വരുന്നുണ്ട്. വരുന്നവർ വ്യാപാരികൾ, അതെ, ആയുർവേദ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ കണ്ണിന് ചികിത്സിക്കാൻ വരുന്ന ആളുകൾ, അതുപോലെ തന്നെ വസ്ത്രം വാങ്ങാൻ വരുന്ന ആളുകൾ, വസ്ത്ര വ്യാപാരത്തിന് വരുന്ന ആളുകൾ, മാത്രമല്ല തീർത്ഥാടനത്തിന് വേണ്ടി വരുന്ന ആളുകൾ, ഈ സന്ദർശകരായി അല്ലെങ്കിൽ തീർത്ഥയാത്രയ്ക്ക് വേണ്ടി വരുന്നതും അല്ലെങ്കിൽ യാത്ര ചെയ്ത് കാഴ്ചകൾ കാണാൻ വരുന്ന ധാരാളം ആളുകൾ, ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകളും വരുന്ന ഒരു സ്ഥലം. ഞാൻ അത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഇത്ര ആളുകളുടെ സന്ദർശനമുള്ള ഒരു പട്ടണത്തിലെ സഭയാണ് ലവോദോക്കിയ സഭ. ഈ വെള്ളം കുടിക്കാൻ വരുന്ന ആളുകൾ ഇപ്പോഴും യോർദാനിൽ പോയിട്ട് ആളുകൾ, മിക്കവാറും ആളുകൾ പിന്നെ എന്താ പറയുന്നത്, വിശുദ്ധ നാട് സന്ദർശനം എന്ന് പറഞ്ഞ് യാത്ര ചെയ്യാറുണ്ട്. നമ്മുടെ ആളുകളൊക്കെ പോകാറുണ്ട്. അവർ പോകുമ്പോൾ എല്ലാം അവിടുന്ന് ഓരോ കുപ്പി വെള്ളം കൊണ്ടുവരും. ഇവിടെ നമ്മൾ ഈ കുപ്പിയിൽ വെള്ളം കിട്ടുന്ന പോലെ അവിടെ യോർദാൻ വാട്ടർ കിട്ടും. യോർദാൻ വാട്ടർ അവിടെ കിട്ടും. യോർദാൻ വെള്ളമാണെന്ന് അറിയത്തില്ല, ഏതായാലും വെള്ളം കിട്ടും. പുറത്ത് എഴുതിയിരിക്കുന്ന ജോർദാൻ വാട്ടർ എന്ന് തന്നെയാണ്. അപ്പോൾ ഈ വെള്ളം കൊണ്ട് ഇങ്ങോട്ട് വരും. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ വെള്ളം കൊണ്ടുവരുന്നതിന് കാരണം കർത്താവ് മുങ്ങിയ വെള്ളമല്ലയോ, ആ വെള്ളമായതുകൊണ്ട് അത് വലിയ പുണ്യമുള്ളതാണെന്ന് കരുതി വീടിൻ്റെ ഷോക്കേസിലോ അടുക്കള എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ആ വെള്ളം എടുക്കും. പെട്ടെന്ന് പശു വളർത്തുന്നവരാണെങ്കിൽ പശു രാവിലെ പശുവിനെ കിറകാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചവിട്ടുകയോ തൊഴിക്കുകയോ
അകിട് വീക്കമോ മറ്റെന്തെങ്കിലും പ്രശ്നമോ തോന്നിയാൽ വേഗം വിളിച്ചു പറയും, എടി മേരിക്കുട്ടി ആ വെള്ളം ഇങ്ങെടുത്തോണ്ട് വാ. ഉടനെ തന്നെ അച്ചായൻ പറഞ്ഞല്ലേ എന്ന് വിചാരിച്ച വെള്ളം എടുത്തോണ്ട് അങ്ങ് ചെല്ലും. വെള്ളം എടുത്തോണ്ട് ചെല്ലുമ്പോൾ അച്ചാ കുറച്ചേ എടുക്കാവുള്ളേ, ഇനിയിപ്പോൾ ഇത്രയും കൂടി ഇരിപ്പുള്ളൂ, അതുകൊണ്ട് കുറച്ചേ എടുക്കാവുള്ളൂ എന്ന് പറയും. വലിയൊരു കപ്പിനകത്തേക്ക് ഒരു ഇച്ചിരി തുറന്ന് അങ്ങ് ഒഴിക്കും. അടപ്പിന് ഒരു അടപ്പ് ഒഴിക്കുമായിരിക്കും. ഒഴിച്ചിട്ട് ബാക്കി മുഴുവനും ഇങ്ങനെ തളിച്ചു കൊടുക്കും. സ്തോത്രം. അവിടെ വിശ്വാസം യോർദാനിലെ യേശു സ്നാനപ്പെട്ട വെള്ളം അത് രോഗസൗഖ്യത്തിന് കൊള്ളാമെന്ന് വിശ്വസിക്കുന്നത് പോലെ അന്നാട്ടിലൂടെ ആളുകൾ വിശ്വസിച്ചു. ഹിറോപോലിസിൽ നിന്ന് ഒഴുകി വരുന്ന ചൂടുവെള്ളം കുടിച്ചാൽ രോഗസൗഖ്യമുണ്ടാകുമെന്ന് വിശ്വസിച്ചു. യേശു ലവോദിക്യ സഭയെ നോക്കിക്കൊണ്ടിരിക്കുക. ഒത്തിരി അവകാശവാദങ്ങൾ ഇവർക്ക് പറയാനുണ്ട്. ഞാനൊരിക്കലേ കുമ്പനാട്ടൊരു വീട്ടിൽ പോയി. കുമ്പനാടുമായിട്ട് ബന്ധപ്പെട്ടവരോട് ചോദിക്കല്ലേ. കുമ്പനാട് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ചൂടുള്ള സമയത്താണ്. വീട്ടിലോട്ട് കയറി അമ്മച്ചി ഒരു ഇച്ചിരി തണുത്ത വെള്ളം തരാമോ എന്ന് ചോദിച്ചു. എരവേലിലുള്ള പാസ്റ്റോട് ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞാൽ അവരറിയുന്നതാണ്, അതുകൊണ്ട് ഞാനത് പറയുകയില്ല. സ്തോത്രം. ഇച്ചിരി വെള്ളം താമസിച്ചു, തണുത്ത വെള്ളം താ, നല്ല ചൂടാ. ഞാൻ ആ സെറ്റിയിലോട്ടങ്ങ് ഇരുന്നപ്പോൾ ഇടത് വശത്തെ ഷോക്കേസിൻ്റെ അവിടുത്തെ ഒരു കബ്ബോർഡിൽ ഒരു കുപ്പി വെള്ളം ഇരിക്കുന്നു. അമ്മച്ചി കൊണ്ടുവരാൻ താമസിക്കുമല്ലോ എന്ന് വിചാരിച്ച്, ബത്തപ്പാടുള്ള അമ്മച്ചിയെ, പ്രായമുള്ള അമ്മച്ചിയാണ്. അമ്മച്ചി അവിടെ പോയി വെള്ളം എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ഈ വെള്ളത്തിൽ ഒരു കവിള് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ കുപ്പി ഇങ്ങെടുത്തു. കുപ്പി എടുത്തിട്ട് അടപ്പ് തുറന്നു വെച്ച് വായിലേക്ക് ഒരു കവിൾ ഒഴിച്ചുടനെ തന്നെ എൻ്റെ പാസ്റ്ററേ അത് കുടിക്കല്ലേ പാസ്റ്ററേ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ആ കുപ്പി വെള്ളം അങ്ങ് മേടിച്ചു. ഞാൻ എന്ത് ചെയ്യാം, ഈ വെള്ളം വായിലൊഴിച്ചു, അതങ്ങോട്ട് വിഴുങ്ങിക്കഴിഞ്ഞിട്ട് അമ്മച്ചി പറഞ്ഞു, ഞാൻ സഫലമീ യാത്ര നടത്തി, മനോരമക്കാർ നടത്തി സഫലമീ യാത്രയ്ക്ക് യോർദാനിൽ പോയപ്പോൾ കൊണ്ടുവന്ന വെള്ളമാ, പക്ഷേ ഇത്രയും വെള്ളം ഇരിപ്പുണ്ട്. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇച്ചിരി കൊടുക്കും. ഉള്ളം കൈ നീട്ടാൻ പറയും. ഉള്ളം കൈയിലെ കുഴിക്കകത്ത് തേൻ കൊടുക്കുന്ന പോലെ ഒരു സ്വല്പം ഒഴിച്ചു കൊടുക്കും. നക്കി കുടിക്കുന്ന പോലെ കുടിച്ചോണം, അല്ലാതെ ഈ വെള്ളം ഞാൻ ആർക്കും കൊടുക്കാറില്ല പാസ്റ്റർ എന്ന് പറഞ്ഞു. അമ്മച്ചിയുടെ ഭക്തി ചെറുതല്ല. യോർദാനിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളം അതുപോലെ ഭക്തിയോടെ കൊടുക്കുന്നത് രോഗസൗഖ്യത്തിന് ഉതകുമെന്ന് വിചാരിച്ച പോലെ ഹിറോപോലിസിലെ വെള്ളം കുടിച്ചാൽ സുഖമാകുമെന്ന് കരുതി മൈലുകൾ താണ്ടി ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് കടന്ന് രാജ്യത്തിന്റെ അതിരി വന്നിട്ട് ഈ വെള്ളവും വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്നവൻ അവൻ യേശുവിന്റെ സൗഖ്യം വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന ലവോദിക്യ സഭയിലൂടെയാണ് കടന്നുപോയത്. ലവോദിക്യ സഭയോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ്, നിനക്ക് ഞാൻ നിന്റെ വാരിക്കൂടെ ഒഴുകി വരുന്ന ജീവന്റെ വെള്ളമായി യോഹന്നാന്റെ സുവിശേഷത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്ന ഒരുവന് ദാഹം തീർക്കുമാറ് ഇഷ്ടം പോലെ വെള്ളം എൻ്റെ അടുക്കൽ വന്ന് വാങ്ങി കുടിക്കട്ടെ. ഞാൻ നിനക്ക് ഇഷ്ടം പോലെ വെള്ളം തരാമല്ലോ. ഞാൻ നിന്റെ ജീവത്തിന്റെ ജലമാ നദിയായിട്ട് നിന്റെ വാതിക്കലൂടെ ഞാൻ ഒഴുകി വന്നിട്ട് നീ എന്നോട് ചോദിക്കാതെ ഹിറോപോലിസിലെ വെള്ളം കുടിച്ച് സുഖമാകാൻ, സൗഖ്യം പ്രാപിക്കാൻ നീ പോയെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ സഭയോട് പറയാനുള്ള ദൂത് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, ഞാൻ ഈ വാതിക്കലുണ്ടായിരുന്നു, പക്ഷെ നീ എൻ്റെ അടുക്ക വന്നില്ല. ഇന്ന് രാത്രി എന്നെ കേട്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, ലവോദിക്യ സഭയുടെ അനുഭവം എന്ന് പറയുന്നത് യേശുവിനോട് സംസാരിക്കാൻ സമയമില്ല, യേശുവിനോട് പ്രാർത്ഥിക്കാൻ സമയമില്ല, യേശുവിനോട് ചോദിക്കാൻ സമയമില്ല. പകരം ഹിറോപോലിസിലെ വെള്ളമാണ് എളുപ്പം. അതുകൊണ്ട് കുപ്പിയിൽ ശേഖരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി കുഞ്ഞിനും ഹല്ലേലൂയ, തള്ളയ്ക്കും മൃഗങ്ങൾക്കും ഹല്ലേലൂയ, കൃഷിക്കും ജീവജാലങ്ങൾക്കും എല്ലാം ഈ വെള്ളത്തിന്റെ ഒരു തുള്ളി കൊടുത്ത് സുഖമുണ്ടാകാൻ ശ്രമിക്കുന്നെങ്കിൽ യേശു ചോദിക്കുന്ന ചോദ്യം, ദാഹം പരിഹരിക്കാനും ജീവിതത്തിന്റെ സൗഖ്യം തരാനും നിനക്ക് വേണ്ടി ദാഹജലമായി നിന്റെ വീട്ടുപടിക്കൂടെ ഒഴുകി വന്ന ഒരു വെള്ളത്തിന്റെ നദിയില്ലേ, അതിന്റെ പേര് യേശു എന്നാണ്. പക്ഷെ നിനക്ക് എന്നെ വേണ്ടായിരുന്നല്ലോ, നീ ഹിറോപോലിസിലെ വെള്ളം കുടിക്കാൻ പോയില്ലേ. ഇന്ന് രാത്രി ഒരു മടങ്ങി വരവിന് രാത്രിയാകണം. നീ ലവോദിക്യ സഭയോട് ദൈവം പറയുന്ന ദൂത്, നീ മടങ്ങി വരാൻ സമയമായി. നിന്റെ അവകാശവാദങ്ങൾ എന്ന് പറയുന്നത് എനിക്കിവിടുന്ന് അപ്പുറത്തോട്ട് മാറിയ ഹിറോപോലിസിലെ വെള്ളമുണ്ട്, എനിക്കൊന്നിനും കുറവില്ല, ഞാൻ സമ്പന്നനാണ്, എനിക്കൊന്നിനും കുറവില്ല, ഞാൻ അസമ്പന്നനാണ് എന്ന് നീ പറയുന്നെങ്കിൽ ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് നോക്കുമ്പോൾ നിന്നെ ദരിദ്രനായിട്ട് കാണുകയാ. പ്രിയപ്പെട്ടവരിൽ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസമാണ്. യേശുവിൻ്റെ കാഴ്ചപ്പാടും ലവോദിക്യ സഭയിലെ ജനത്തിൻ്റെ കാഴ്ചപ്പാടും രണ്ടും രണ്ടാ. ലവോദിക്യ പറയുന്നു, ഞങ്ങൾക്കൊന്നിനും കുറവില്ല, ഞങ്ങൾക്കെല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് എല്ലാ സൗഖ്യങ്ങളുമുണ്ട്. പക്ഷെ കർത്താവ് നോക്കിയപ്പോൾ പറഞ്ഞു, ഞാൻ ഈ വാതിക്കലുണ്ടായിട്ടും
എന്നോട് ചോദിക്കാതെ നീ ഹീറോപോലിസ് വരെ പോയി ആ വെള്ളം കുടിച്ച് തൃപ്തി അടയാൻ ശ്രമിച്ചെങ്കിൽ നിനക്കൊരിക്കലും തൃപ്തി വരാതിരിക്കുന്നതിന് കാരണം ആ വെള്ളത്തിൽ തൃപ്തി ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. സമൃദ്ധിയായി കൊടുക്കാൻ എൻ്റെ പക്കലുണ്ടായിട്ട് നീ എന്നോട് ചോദിച്ചില്ല.